ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സന്ദേശം എല്ലാവർക്കും അറിയാം. ഗുരു തന്നെ പ്രതിഷ്ഠ നടത്തിയ ആലപ്പുഴ ചേർത്തലയിലെ കളവംകോടം ക്ഷേത്രത്തിൽ ജാതി തീർക്കുന്ന വിലക്കുകൾ ഒന്നുമില്ലാതെ ആർക്കും വിവാഹിതരാകാം. ക്ഷേത്രത്തിന്റെ 100 വർഷത്തെ പാരമ്പര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 5000 മിശ്രവിവാഹമെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാകും. എറണാകുളം ചെല്ലാനം സ്വദേശി നിതിൻ ചിത്ത് ഹിന്ദുമത വിശ്വാസിയാണ്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ലിയാൻ മരിയ ക്രിസ്തുമതം പിന്തുടരുന്നു. ഇരുവരും ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച കളവങ്കോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം വിവാഹിതരായി. ജാതിയുടെയും മതത്തിന്റെയും ദേശത്തിന്റെയും അതിർവരമ്പുകൾ മാഞ്ഞുമറഞ്ഞു. കളവങ്കോടം ക്ഷേത്രത്തിൽ നടന്ന ഇത്തരത്തിലെ ആദ്യ വിവാഹമല്ലിത്. 100 വർഷത്തിനിടെ നടന്ന മിശ്രവിവാഹങ്ങളുടെ കൃത്യമായ കണക്കില്ലെങ്കിലും 5000 കടക്കുമെന്ന് ഉറപ്പാണ്. Actually, she is a Roman Catholic, so I myself am Hindu. So for her, it is too different to understand the things and the ideology. So I'm explaining to her yesterday something, and she is adjusting. Yes, next year we were planning to conduct to invite everybody and conduct a proper marriage with all my relatives and her parents. My family in the UK really want a ceremony in the UK. Part of love is adapting to different cultures. This isn't my culture, but it's his culture, and I'm in love with him. And in Britain, he experiences my culture, and he adapts to that. So it's just sharing cultures, you know. ആണും പെണ്ണും എന്നീ 2 ജാതിയേ ഉള്ളൂ എന്നാണ് ഗുരു പറഞ്ഞത്. ജാതിക്കെതിരായ പോരാട്ടം ഗുരുവിന്റെ അദ്വൈത ദർശനത്തിന്റെ തുടർച്ചയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, മനോഹരമായ ഒരു വിവാഹ വിശേഷം. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അതിർവരമ്പുകൾ കടന്ന് ഈ ഒരു ഭാഷയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് 2 സംസ്കാരങ്ങൾ ഒന്നു ചേരുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. അതും ഗുരുവിന്റെ മണ്ണിൽ തന്നെ. ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞ ഗുരുവിന്റെ മണ്ണിൽ നിന്ന് തന്നെയായിരുന്നു ആ വിവാഹത്തിന്റെ കാഴ്ചയുണ്ടായിരുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് ഒരുപാട് മിശ്രവിവാഹങ്ങൾക്ക് സാക്ഷിയായ അതേ വേദിയിൽ വെച്ച് തന്നെ ലിയാൻ മരിയയ്ക്കും നിതിനും പ്രണയ സാഫല്യമായി അല്ലേ? ചേർത്തല കളവങ്കോടം ക്ഷേത്രത്തിലെ കണ്ണാടിയാണ് ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠിച്ചത് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ പിന്നീട് ആ കണ്ണാടിക്ക് മുമ്പിൽ ഒരു അർദ്ധനാരീശ്വരനെ പ്രതിഷ്ഠിക്കുക കൂടി ചെയ്തു. പ്രതിഷ്ഠയ്ക്ക് ഇപ്പോൾ ഇനി അടുത്ത വർഷം 100 വർഷം തികയുകയാണ്. അതിൻ്റെ ആഘോഷത്തിലേക്കൊക്കെ കടക്കുകയാണ് അതിൻ്റെ ഭരണസമിതി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തന്നെ ഈ മിശ്രവിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഗുരു പറഞ്ഞത് എന്നുള്ളതാണ് പഴമയുള്ള ആളുകൾ ഇപ്പോഴുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതായത് ഈ മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടി മിശ്രവിവാഹം നടക്കുമ്പോൾ അവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് ജാതി ഇല്ലാതാവും. അങ്ങനെ ധാരാളം ഇങ്ങനെ മിശ്രവിവാഹം നടക്കുമ്പോൾ ജാതി ഇല്ലാത്തൊരു സമൂഹം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ഗുരുദേവൻ്റെ ദർശനം എന്ന് കരുതി ഇപ്പോൾ ഈ വാർത്ത കാണുന്ന ആളുകളൊക്കെ വളരെ വേഗത്തിൽ അങ്ങോട്ട് ചെന്ന് വിവാഹം കഴിക്കാം എന്ന് കരുതരുത്. കാരണം ഒന്ന്, പ്രായം കൃത്യമായി ഉണ്ടായിരിക്കണം. അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വേണം. ഒപ്പം തന്നെ വരൻ്റെയോ വധുവിൻ്റെയോ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും ഒരു കൂട്ടരുടെ ബന്ധുക്കളും കൂടി വേണം. കാരണം മുൻപ് പലതവണ ഇത്തരത്തിൽ മിശ്രവിവാഹം നടന്ന ചില കേസുകളിലൊക്കെ വലിയ കുഴപ്പമുണ്ടാകുകയും ഹൈക്കോടതി ചില ഇടപെടലൊക്കെ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത്. എന്ന് മാത്രവുമല്ല, ഈ വധുവിൻ്റെയോ വരുവിൻ്റെയോ ആരുടെയെങ്കിലും ഒരു കൂട്ടരുടെ ബന്ധുക്കൾ വേണമെന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നാണ് ഭരണസമിതി പറയുന്നത്. അതായത് ഈ വിവാഹം കഴിച്ചിട്ട് ഈ കുട്ടികൾ തെരുവിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുകളുടെ ഒരു അനുമതി ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇതുള്ളത്. ധാരാളം ആളുകൾ, ഇത് അവിടെ നടക്കുന്ന ആദ്യത്തെ ഒരു വിദേശ വിവാഹമല്ല, ധാരാളം ആളുകൾ ഇങ്ങനെ വന്ന് അവിടെ വിവാഹം. അങ്ങനെ ഒരു ജാതി ഒരു മതം, അത് മനുഷ്യൻ എന്ന ജാതിയും മതവും മാത്രമാണ്. സ്നേഹിക്കുന്ന പ്രായപൂർത്തിയായ ആർക്കും വിവാഹം ചെയ്യാനുള്ള നിയമവും അതിനുള്ള സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ട്.